ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമി വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്ന ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു റയോൺ ഫാബ്രിക്കിലെ ലീഫിൻ്റെ പ്രിൻ്റൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫാബ്രിക്കാണ്. ഇതൊരു 3 മീറ്ററാണ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി സമ്മർ സീസണിൽ ചൂട്ടത്തെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നല്ല ഈസി ടു വെയർ ഒരു ഫ്രോക്കാണ്. പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോളറാണ്. അപ്പം നമുക്ക് വൈകാണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിംഗ് എന്നൊക്കെ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫാബ്രിക് നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് നിവർത്തിയിട്ടേക്കാം. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ആദ്യം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം ഷോൾഡറും ബാക്കിയുള്ള മാർക്കിങ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചസ് ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് ഈ യോക്കിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ 14 ഇഞ്ചസ് ലെങ്ത്തിലാണ് കൊടുക്കുന്നത്. എൻ്റെ ഷോൾഡർ വരുന്നത് ഒരു 13.5 ആണ്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചസ് അധികം ബാക്ക് അധികം ഇറക്കുന്നില്ല. അപ്പം ഒരു 6 ഇഞ്ചസ് ഷോൾഡർ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് ഫുള്ള് ഫാബ്രിക്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് 14 ആണെങ്കിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കത് അറിയുമെന്ന് വിചാരിക്കണം. കാരണം ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ചും താഴെ ഒരു നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീമും അങ്ങനെ ഹാഫ് എക്സ്ട്രാ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കാം. ഇനി വേണം നമ്മൾ മുകളിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 14 ഇഞ്ചസ് ഒക്കെയാണ് ഷോൾഡർ എന്നുണ്ടെങ്കിൽ 6 കൊടുത്താൽ മതിയും. ഫ്രണ്ടിൽ കുറച്ച് ഇറക്കുന്നുണ്ട്, അധികമൊന്നും ഇറക്കുന്നില്ല. അധികം ഡീപ്പൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഷോൾഡർ കുറച്ച് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു 6 ഇഞ്ചസ് കൊടുത്താൽ മതി. 1 ഇഞ്ച് ഞാനൊരു ഷോൾഡർ ഡൗൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെയും ഒരു പെർഫെക്റ്റ് ഫിറ്റായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് 2.5 എന്ന് പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് 6 ഇഞ്ച് ഉണ്ടല്ലോ അവിടേക്ക് ഒന്ന് 1 ഇഞ്ച് ഡൗൺ കൊടുത്തിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് ഒന്ന് വരച്ചാൽ മതി. എന്നിട്ട് ആ സ്ലൈഡ് ചെയ്ത പോർഷനിൽ നിന്ന് താഴത്തേക്ക് 6 ഇഞ്ച് ആം ഹോളിനുള്ള ലൈനും കൂടി കൊടുക്കുക. ആം ഹോള് കർവ് നോർമലായിട്ട് ആം ഹോൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റിൻ്റെ by 4 ചെയ്തത് മാർക്ക് ചെയ്യുക. ഇപ്പം എനിക്ക് 8.5 ആണ്, പക്ഷേ ഞാനൊരു 1/2 ഇഞ്ച് ഒരു ഇടുമ്പം കുറച്ച് കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ സിബൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസിൽ 9 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നെക്ക് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചസ് ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ജസ്റ്റ് ഒരു വി ആയിട്ടും ബാക്ക് ഒരു റൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വി ഒരു 7 ഇഞ്ചസ് ഡെപ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വി നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ട് 7 ഇഞ്ചസ് 6 കൊടുക്കണം, കുറച്ച് ഡെപ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഫ്രണ്ടും ബാക്കും ഡിഫറെൻറ്റ് നെക്കാണ്. അപ്പോൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് നെക്ക്. നമ്മൾ ആം ഹോളും ഷോൾഡറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം 2 പീസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്യും. പിന്നെ ഞാൻ ഫ്രണ്ടിൽ മാത്രം ഡാട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് 9.5 ഷോൾഡർ നമ്മളെ ഷോൾഡർ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തോട്ട് 9.5 എവിടെയാണ് കിട്ടുന്നത് അവിടെ ഒരു പോയിന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ചസ് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൻ്റെ റൈറ്റും ലെഫ്റ്റും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ബസ്റ്റിൻ്റെ ഭാഗം നല്ല ടൈറ്റ് ആവാണ്ട് തന്നെ നമുക്ക് കുറച്ച് നല്ല ഷേപ്പിൽ ഉള്ളൊരു ഇത് കിട്ടും. അപ്പോൾ എല്ലാ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ചസ് ഒരു 2 ഇഞ്ചസിൻ്റെ ഒരു സീമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു. ഇതൊക്കെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡാർട്ടൊക്കെ ഇടുന്ന ഭാഗത്തൊക്കെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 2 ഭാഗവും എവിടെയാണെന്നുള്ളത് കറക്റ്റ് പോയിന്റ് നമുക്ക് സ്റ്റിച്ച് അടിക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ടും ബാക്കും ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തത് കൊണ്ട് സെപ്പറേറ്റ് ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആം ഹോളൊക്കെ കട്ട് ചെയ്യാം.
ഹോളിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ബാക്കിലത്തെ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് രണ്ടും കൂടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ഹോള് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് വെട്ടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ലോവിലാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് സ്പീഡിലാക്കി എഡിറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചില സമയത്ത് എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴും ഭയങ്കര മതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തു, ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പോർഷൻ ഞാനൊരു വീനൊക്കെ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിലൊരു 6-7 ഇഞ്ചസ് ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫ്രണ്ടാണല്ലോ കുറച്ച് ലൈനിങ് ആവശ്യമുള്ള. ബാക്ക് ഇപ്പം അങ്ങനെ ലൈനിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്തൊരു ഫാബ്രിക്കാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ലൈനിങ് ഒക്കെ കൊടുത്തിടുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രസ്സിന് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്താ ഫ്രണ്ട് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ബാക്ക് പോർഷൻ എടുത്തിട്ട് ബാക്ക് പോർഷൻ റൗണ്ടിലൊന്ന് റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത്. ആ റൗണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാട്ട് ഇട്ട് സെയിം ഇതുപോലെ തന്നെ ഡാട്ട് ഇട്ട് കൊടുക്കാം. ബാക്ക് ഭാഗം നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ലൂസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഡാട്ടൊന്നും കൊടുക്കാത്തത്. അപ്പം നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ കെടുക്കാൻ വേണമെങ്കിൽ സെയിം ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് ഒരു 3.5 ഇഞ്ചസ് നമ്മൾക്ക് ബസ്റ്റ് അത്യാവശ്യം ഉള്ളവരാണെങ്കിൽ 4 ഇഞ്ചസ് ലെങ്ത്തിൽ വിത്തിൽ കൊടുക്കുക. അതല്ലെങ്കിൽ 3.5 ഇഞ്ചസ് ഡിസ്റ്റൻസിൽ കൊടുത്താൽ മതി. കറക്റ്റ് ഒരു 4 ഇഞ്ചസ് ലെങ്ത്തിലോ 5 ഇഞ്ചസ് ലെങ്ത്തിലോ അങ്ങനെ ഡാട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 ഇഞ്ചിൻ്റെ ഡാട്ട് ഈസ് ഇനഫ്. അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ബാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡെപ്ത് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഷോൾഡർ വല്ലാതെ ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചസിന് മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇതുപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് ഫുള്ളും ഈ ഒരു 3 മീറ്റർ മൊത്തം ഫാബ്രിക് നമുക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്കി ഒന്നും ഈ കട്ട് ചെയ്ത് പോകുന്ന എക്സ്ട്രാ പീസസ് അല്ലാണ്ട് വേറെ ഒന്നും ബാക്കി വരില്ല കേട്ടോ. അപ്പോൾ സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു പഫാണ് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു കൗൾ പോലെ. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 6-5 ഇഞ്ചസ് ലെങ്ത് മതി. അപ്പം പഫ് കൊടുക്കുന്നത് കൊണ്ട് 10 ഇഞ്ചസ് ലെങ്ത്തിൽ ഞാൻ എക്സ്ട്രാ ഒരു 5 ഇഞ്ചസ് ലെങ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫുൾ പോർഷൻ നമുക്ക് 16 ഇഞ്ചസ് ആണല്ലോ ആം ഹോളിൻ്റെ ഇത് വരുന്നത്. പക്ഷെ ഈ ഒരു ഫുൾ വിത്തും ഞാൻ എടുക്കുന്നുണ്ട്. അത് ഫുള്ളും എന്ത് ചെയ്യണം, പ്ലീറ്റ്സ് ആക്കിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചസിലെ ലെങ്ത്തിൽ നമ്മൾ ആദ്യം ഫാബ്രിക് മൊത്തം ഒന്ന് മാർക്ക് ചെയ്തിട്ടു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തുനിന്ന് നമുക്ക് ആക്ച്വൽ ലെങ്ത് വേണ്ടത് 6 ഇഞ്ചസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് ഒരു 3 ഇഞ്ചസ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പം ഒരു ഷേപ്പ് കൊടുക്കില്ലേ താഴത്തേക്ക്, അവിടെ ആ ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് സാധാരണ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യില്ലേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. 3 ഇഞ്ചസ് ഡൗൺ ചെയ്തിട്ട് സ്ലീവ് ഷേപ്പിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കാണ് വേണ്ടത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആകെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5 ഇഞ്ചസ് എക്സ്ട്രാ ലെങ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വിത്തും കൂടുതലാണ്. വിത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 or 6 ഇഞ്ചസ് എക്സ്ട്രാ, 5.5 ആണെന്ന് തോന്നുന്നു. 5.5 ഇഞ്ചസ് എക്സ്ട്രാ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു 5.5 കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ നോർമൽ സ്ലീവ് വരയ്ക്കുന്ന പോലെ കർവ് ചെയ്ത് താഴത്തേക്ക് ആ 3 ഇഞ്ചസ് ഡൗൺ ചെയ്തതിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം സെൻറ്റർ ഭാഗവും പിന്നെ നമ്മൾ പ്ലീറ്റ്സ് എൻഡ് ചെയ്യേണ്ട ഭാഗത്തും നോച്ചസ് ഇട്ട് കൊടുക്കുക. പത്രത്തോളം ഭാഗം നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. താഴെ ഭാഗത്ത് ഞാൻ ചെറിയൊരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഹോള് നമ്മുടെ ചെസ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് 9 ഇഞ്ചസിൽ ഒരു മാർക്കും കൂടി ഇട്ട് കൊടുക്കുക. താഴത്തോട്ട് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൈ സ്ലീവിൻ്റെ ഭാഗത്ത് വരുന്ന എത്രയാണോ നമ്മുടെ മെഷർമെൻറ്റ് അതിലേക്കുള്ള ഒരു പീസ് ഓഫ് ഇലാസ്റ്റിക് കട്ട് ചെയ്യുക. താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക.
സ്ലീവ് വളരെ ഈസിയാണ്. പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സ്ട്രാ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചസ് നമ്മൾ എത്രയാണോ യോക്ക് പോർഷനിൽ സീം അലവൻസ് കൊടുത്തത് അത്രയും നമ്മൾ ഇതിനും സീം അലവൻസ് ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ മാർക്കിങ്ങിലേക്ക് കടക്കാം. ഇനി ബാക്കി നമ്മുടെ യോക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള ഇത്രയും പീസസ് ഫുള്ള് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോൾഡ് ചെയ്തിട്ടേക്കാം. അതിനുശേഷം അതിനെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടും ബാക്കും ഭാഗമാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് വൃത്തിയിലൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ എനിക്കാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതുപോലെ എളുപ്പപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഈ അടുത്തതായിട്ട് കോളർ കട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം യോക്കിൻ്റെ. എന്നിട്ട് നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഫ്രണ്ടിൽ വി നെക്ക് വരുന്ന ഭാഗം കണ്ടോ ഇതുപോലെ വെക്കാം. അതുപോലെ ബാക്ക് പോർഷനും അതിനോട് ചേർത്ത് വെക്കാം. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം വരച്ചതിന് ശേഷം ബാക്കി ഒരു 3 ഇഞ്ചസ് വിത്തിലേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വിത്ത് കൂട്ടി ആ ഒരു കോർണറിലേക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് കണക്ട് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ഒന്ന് 2 ഫ്രണ്ടും ബാക്കും ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് നെക്ക് വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ മാർക്കിങ്ങിൽ ഒന്ന് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഇഞ്ചസിൻ്റെ കോളറാണ് വേണ്ടത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് വീതി കൂട്ടി ബാക്കിലധികം വീതി ഇല്ലാണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം 2 പീസ് ഉണ്ട് കേട്ടോ. ഒന്ന് 2 ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ്. പിന്നെ ഇതിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ടാണ് ഇതിന് മറച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് പതുക്കെ നീറ്റായിട്ട് വെച്ച് എന്താ പറയുക, ആദ്യം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചതെന്നൊന്നും മാറിപ്പോരുത്. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 പീസായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്കൊരു ലൈനിങ്ങിൽ സെയിം തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ക്ലോത്ത്, ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് പീസ് വയ്ക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സെയിം ക്ലോത്തിൽ തന്നെ എടുത്താൽ മതിയാവും. അപ്പം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ ആണ് ഇപ്പോൾ വെച്ച് കാണിക്കുന്നത്. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ അല്ലേ, അപ്പം അതിന് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 5-ലാണ് നമ്മുടെ നീഡിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഈ എന്താ പറയുക നീളം ഉണ്ടല്ലോ, സ്റ്റിച്ച് വരുന്നതിൻ്റെ നീളം കൂട്ടിയിട്ട് ലെങ്ത് കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ഫുള്ള് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ താഴത്തെ നൂല് മുകളിലത്തെ അല്ലെങ്കിൽ താഴത്തെ ഏതെങ്കിലും ഒരു നൂല് വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് വലിച്ചു കൊടുക്കുക. പതുക്കെ വലിച്ച് ഇങ്ങനെ ഗ്യാദേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാനും ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ച് ഗ്യാദേഴ്സ് ആക്കിക്കോളൂ. അത് നിങ്ങളുടെ യോക്കിൻ്റെ പോർഷനായിട്ട് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ഗ്യാദേഴ്സ് ഫുള്ള് ആക്കുക. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഗ്യാദേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല, അവിടെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളെങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുന്നത്, കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിനിങ്ങനെ ഇതുപോലെ ഗ്യാദേഴ്സ് കൊടുക്കുമ്പം കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഗ്യാദേഴ്സ് ആക്കുമ്പോൾ ഈ ഒരു ഫ്രോക്കിനൊരു ക്യൂട്ട് ലുക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. ഫ്രണ്ടും ബാക്കും 2 ഒരേപോലെ യോക്കിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ലെങ്ത് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്താലും മതി. ഇനി ഗ്യാദേഴ്സ് നിങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ 5 എന്നുള്ളത് നേരെ തിരിച്ച് 3ലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതങ്ങോട്ട് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ യോക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഫ്രണ്ടോ ബാക്കോ ഏതാച്ചുണ്ടെങ്കിലും എടുത്തിട്ട് നമ്മൾ യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ബാക്കിൽ ഞാൻ ഡാട്ട് ഇട്ടിട്ടില്ല, ഇനി ഫ്രണ്ട് ഭാഗത്ത് ഡാട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഡാട്ടിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങൾ ബാക്കിൽ ഡാട്ട് ഇടുന്നുണ്ട്, ഡാട്ട് ഇട്ടതിന് ശേഷം വേണം സ്കേർട്ടിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഏത് ഭാഗമാണ് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ഡാട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാട്ട് ഇട്ടതിന് ശേഷം സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് മുകളിൽ കൂടെ നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷമാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ നല്ല സ്ട്രെയിറ്റ് ആക്കിയൊക്കെ പിടിച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കോളർ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു കോർണറിൽ കൂടെ സൈഡിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നെക്കായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണ്ട, നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് മറിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിടുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഈ കോർണർ ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു നീഡിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സിസറൊക്കെ വെച്ചിട്ട് അഴിച്ച് നല്ല ഷാർപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഈ സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. കട്ട്സ് ഇല്ലേ, ചെറിയ കട്ടർ വെച്ചിട്ട് അതുപോലെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് കട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് റൗണ്ട് കർവി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല നീറ്റിൽ കർവി ആയിട്ട് വരും. അതിനുശേഷം അയൺ ചെയ്ത് നമ്മൾ ഇത് യോക്കിൻ്റെ യോക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ എക്സ്ട്രാ ഒരു സ്ട്രിപ്സ് വെച്ചിട്ട് നെക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം ഈ കോളർ വെച്ചിട്ട് തന്നെ നമുക്ക് നെക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ നെക്കിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെറുതെ ആദ്യം വി നെക്കിൻ്റെ ആ ഭാഗത്തെ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം പിന്നൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ ബാക്കിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അയ്യോ എനിക്ക് വയ്യാണ്ടായി പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? ഇതിലാണ് വീഡിയോ കാട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ആ രണ്ടും പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ അങ്ങ് അഴിച്ചു മാറ്റിയാൽ മതി. എന്നിട്ട് ബാക്ക് ഭാഗം ഇതുപോലെ ബാക്കിലേക്ക് കറക്റ്റ് എത്തും. രണ്ട് ഭാഗം കൂട്ടി മുട്ടിയിട്ടൊന്നുമില്ല, കാരണം 2 പീസായിട്ടാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഫുള്ള് ബാക്കും കവർ ചെയ്ത് വരുന്ന പോലെ ചെയ്യാം. ഞാനിത് ബാക്കിലും 2 സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കോളറൊക്കെ ഇതിന് പീറ്റർ നെക്കാണോ അത് പോളർ നെക്കാണോ പറയാമെന്ന് എനിക്ക് അത്രയും അറിയില്ല. അപ്പം ഇത് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം ഈ ഒരു ഷേപ്പ് എനിക്ക് കുറച്ച് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതെടുത്തത്. അപ്പോൾ പിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പതുക്കെ വൃത്തിയിൽ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്ന കോൾഡ് വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം അങ്ങനെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെന്താ, അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ടെന്നോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സ്ലീവൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ അറിയാമായിരിക്കും. അപ്പം സ്ലീവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇടുക. ഈസിയാണ്. അതൊന്ന് 2 എഡ്ജും ചേർത്ത് പിടിച്ചിട്ട് ഇനി താഴത്തോട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ സ്കേർട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മാർക്കിങ്ങിൽ കൂടെ താഴത്തോട്ട് എൻഡ് വരെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ. ഏകദേശം പരിപാടി കഴിയാറായി. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാർ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റിച്ചിങ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, അതിങ്ങനെ ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാണ്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു സമയത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അല്ലെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പം ഇത്തിരി ഒരു സ്പീഡ് കൂടുതലാണ്. എനിക്കത് എങ്ങനെയെങ്കിലും ഫിനിഷ് ആക്കണം എന്നുള്ളൊരു ഇതിലാണ് മാത്രമാണ്. അപ്പം സാധാരണ ഈ സ്റ്റിച്ച് ചെയ്ത് ചെയ്യാനിരിക്കുന്ന വീഡിയോസ് ഞാൻ പൊതുവേ എടുക്കാറില്ലാത്തത് കൊണ്ടാണ്. കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിങ് ചെയ്യാനായിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും. അപ്പം ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഞാൻ ചെയ്യാനിരിക്കുമ്പം ക്യാമറ ഓൺ ചെയ്യാനും ക്യാമറ ആ ഒരു ആംഗിളിൽ സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവരെയും കാണിക്കാനും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പം ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് റോളേന്ന്, ഷാർജ റോളേന്നാണ്. അപ്പം അന്ന് കുറേ ഒരു വീഡിയോ എടുത്തിരുന്നു, ഞാൻ അവിടുന്ന് കുറേ മെറ്റീരിയൽസ് ഒക്കെ എടുത്തതിൻ്റെ. അപ്പം പതുക്കെ ഓരോ മോഡൽസ് ചെയ്യുമ്പം വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാൾ എൻ്റെ കുറച്ച് പ്രോഗ്രാംസും അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ വർക്കൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പതുക്കെ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സമ്മറായല്ലോ, അപ്പം പുറത്തൊക്കെ പോകുമ്പം ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പ്ലാസോ പാൻറ്റ്സ് വീട്ടിലൊക്കെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ, അപ്പം ഫ്രോക്കും അതൊക്കെ ആയിട്ട് ഞാൻ